എല്ലാവർക്കും മധുരം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി 3ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വയൽക്കാഴ്ചകൾ എന്ന കവിത നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത പാഠമാണ് അതിജീവനത്തിൻ്റെ തുടക്കം. നമുക്ക് പാഠത്തിൻ്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ ഒരു അതിജീവനത്തെക്കുറിച്ചാണ് അല്ലേ. നമ്മൾ അതിജീവനമാണ് ഇവിടെ പറയുന്നത്. പഴയ കാലത്തെ വയലും കൃഷിയും കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. വയൽക്കാഴ്ചകൾ എന്ന കവിതയിലൂടെ നമ്മൾ കൃഷിയും വയലും എല്ലാം പരിചയപ്പെട്ടു. എന്നാൽ ഇന്ന് പാടങ്ങൾക്കും പറമ്പുകൾക്കും പുഴയ്ക്കും മലയ്ക്കും വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് പാടങ്ങളും പറമ്പും പുഴയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? അവയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അവ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നശിപ്പിക്കുന്നത്? മനുഷ്യരാണ്. അപ്പോൾ ഈ മനുഷ്യർ നശിപ്പിക്കുന്ന ഈ നമ്മുടെ ഭൂമിയുടെ അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഈ കഥ എഴുതിയ എഴുത്തുകാരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. മൈന ഉമൈബാൻ എന്ന എഴുത്തുകാരിയാണ് ഈ കഥ രചിച്ചത്. മൈന ഉമൈബാൻ കേരളത്തിൽ നിന്നുള്ള ഒരു വിഷചികിത്സാ ഗവേഷകയും എഴുത്തുകാരിയുമാണ് മൈന ഉമൈബാൻ. കേരളത്തിലെ വിഷചികിത്സാ ഗ്രന്ഥങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക വിശകലനം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അവർ വിഷചികിത്സയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് അവർ ജനിച്ചത്. ദേവിയാർ കോളനി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് എൽ പി സ്കൂൾ മറവൂർ, സെൻറ് മേരീസ് യു പി സ്കൂൾ മറയൂർ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൊമേഴ്സിൽ ബിരുദവും മലയാളത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ. കേരളത്തിലെ വിഷചികിത്സാ ഗ്രന്ഥങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക വിശകലനം എന്നീ വിഷയത്തിൽ ഡോക്ടറേറ്റ്. MES മമ്പാട് കോളേജിൽ അധ്യാപിക. അതാണ് മൈന ഉമൈബാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കഥയിലേക്ക് തുടങ്ങാം. കഥ തുടങ്ങുന്ന മുമ്പ് ഇതിൽ എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. കഥയിൽ ഈ കഥാകാരി തൻ്റെ ഗ്രാമത്തിലെ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഗ്രാമം മലകളും പുഴകളും നിറഞ്ഞ മനോഹരമായൊരു സ്ഥലമാണ് ഗ്രാമം. അവരൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ മലകളും പുഴകളൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് അവരുണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് പുഴയിൽ നീന്തി കളിച്ചിരുന്ന അനുഭവങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ അവർ ഈ കഥയിലൂടെ ഓർക്കുകയാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ വല്ലാതെ മാറിയിരിക്കുകയാണ്. മണൽ ഖനനം, കല്ലുകൾ പൊട്ടിക്കൽ, മലിനീകരണം, പിന്നെ വെള്ളത്തിൻ്റെ തെറ്റായ ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ ആ പുഴകളും പ്രകൃതിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുപാടും ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ അശ്രദ്ധയും കൈക്കടത്തലുകളും കാരണമാണ് പ്രകൃതിയിൽ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗുരുതരമായി ഉണ്ടാവുന്നത്. പിന്നെ ഈ കഥയിൽ റേച്ചൽ കാൾസന്റെ സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പുസ്തകം പരിസ്ഥിതി പ്രസ്ഥാനത്തിന് ഒരു വഴിത്തിരിവായിരുന്നു. പിന്നെ സിയാറ്റിൽ മൂപ്പൻ്റെ പ്രസംഗം പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ പ്രകൃതിയുടെ വില മനസ്സിലാക്കുന്ന ഒരു ശക്തമായ സന്ദേശം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെങ്കിലും അതിനെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവ് ഉള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവിലാണ് ഈ കഥ അവസാനിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയുന്ന കോണ്ടന്റ് തന്നെയാണ് ഈ കഥയിൽ വരുന്നത്. നമ്മുടെ അതിജീവനം, ഭൂമിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഭൂമിയിലെ പരിസ്ഥിതി നശീകരണവും പിന്നെ അതിന് എതിരായിട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിജീവനത്തിൻ്റെ തുടക്കം. ദേവിയാർ കോളനി എന്ന ഗ്രാമം 4 മലകളുടെ താഴ്വരയിലാണ്. ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയാർ കോളനി എന്നതാണ് ഗ്രാമത്തിൻ്റെ പേര്. നടുവിലൂടെ ആറൊഴുകുന്നു. പുഴ ഒഴുകുകയാണ് അല്ലേ. ഇപ്പോഴും അവധിക്കാലത്ത് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. അപ്പോൾ പഴയ ഒരു കാലത്തെ കഥയാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് നല്ല വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവർ ആലോചിക്കുകയാണ്, ഇപ്പോഴും അവർക്ക് ആ പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്കിപ്പോഴും ആ ഓർമ്മയാണെന്നാണ് പറയുന്നത്. വീടിനടുത്ത് ആറ്, പുറകിൽ മല, മലയ്ക്ക് മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ, 2 മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലൊഴുകുന്ന പെരിയാർ, എങ്ങും പച്ചപ്പ്, കൈത്തോടുകൾ. അവരുടെ വീടിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി അവർ വിശദീകരിക്കുകയാണ്. ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം. ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടി ഇല്ലായിരുന്നു. കണ്ണ് ചുവന്ന് ചുറ്റും മഞ്ഞ പോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ.
എന്താണ് പറയുന്നത്, ഈ ഇവരുടെ എഴുത്തുകാരും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, ഈ ആറ്റിൽ നീന്തി കളിച്ചിരുന്നതും കണ്ണ് ചുവക്കുന്ന വരെ, ഈ നമ്മൾ വെള്ളത്തിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ കണ്ണ് ചുവക്കും. അപ്പോൾ ഈ കണ്ണ് ചുവക്കുന്ന വരെ വെള്ളത്തിൽ കളിക്കുകയും പിന്നെ വീണ്ടും അവിടെയുള്ള കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആറ്റിലിറങ്ങി കളിക്കുകയും ചെയ്തു. തവളകളെ പോലെയായിരുന്നു ഞങ്ങളെന്നാണ് പറയുന്നത് അല്ലേ. തവളകൾ എന്താണ് കുറേ സമയം വെള്ളത്തിലിരിക്കും, പിന്നെ കുറച്ച് നേരം കരയിൽ, അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ആറിലെ വെള്ളം വറ്റി കണ്ടിട്ടില്ല, ഇപ്പോൾ ചെറു കുഴികളിൽ ചെറു ചാലുകളായി വെള്ളം, അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. ആ കാലഘട്ടത്തിൽ എന്താണ്, ആ ആറ്റിലെ വെള്ളം ഒരിക്കലും വറ്റി കണ്ടിട്ടില്ല, എപ്പോഴും നിറഞ്ഞൊഴുകുന്ന ആറായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ചെറു കുഴികളിലായി ചെറു ചാലുകളായിട്ടായി വെള്ളം, കുറച്ച് വെള്ളമേ ഉള്ളൂ, അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. ചായപ്പൊടിയുടെ കളർ പോലെയുള്ള ഒരു ചെളി നിറഞ്ഞ വെള്ളമാണ്, ചെറു ചാലുകളായിട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ. ആ പുഴ, ആ ആറ് മൊത്തമായി ഇല്ലാതാകുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണിവിടം. നേര്യമംഗലം സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണിത്. മലയോര പ്രദേശമായതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി നേരെ പുഴകളിലേക്ക് എത്തും. അപ്പോൾ മഴക്കാലമായാൽ വെള്ളം എന്താണ്, ഒഴുകി പുഴയിലേക്കെത്തും. പുഴ കുറേ കൂടെ താഴോട്ടൊഴുകി പെരിയാറിലും, അങ്ങനെ അവിടെയുള്ള പെരിയാറിലേക്കും ഈ പുഴയിൽ നിന്നും വെള്ളം ഒഴുകി എത്തും. മുമ്പ് ആറ്റിൽ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു. മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു. എന്താണ്, പണ്ട് ഈ ആറ്റിൽ ഒരുപാട് കല്ലുകളും കുഞ്ഞു കണ്ടൽക്കാടുകളും എല്ലാം ഉണ്ടായിരുന്നു. വെള്ളം വല്ലാതെ അങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ ഇതല്ല അവസ്ഥ. അപ്പോൾ വെള്ളം തടഞ്ഞു നിർത്താൻ പണ്ട് ഈ പുഴകളിൽ എന്തുണ്ടായിരുന്നു, കല്ലുകളും കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടൽക്കാടുകളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോവാതെ ആറ്റിൽ തന്നെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല അവസ്ഥ. കെട്ടിടം പണിക്കും കയ്യാല പണിക്കുമായി കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മനുഷ്യർ. മനുഷ്യർ എന്ത് ചെയ്തു, കെട്ടിടം പണിക്കും മറ്റ് പണികൾക്കൊക്കെ ആയിട്ട് ഈ പുഴയിലെ കല്ലുകളും പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ എന്താണ്, ആ പുഴയിലെ മണൽ മുഴുവൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കോരിക്കൊണ്ടുപോയി. മാത്രമല്ല വേനലായാൽ പലരും കൃഷിയും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി. അതുപോലെ തന്നെ വേനൽക്കാലമായാലും ജലത്തിന് ഒരുപാട് ആവശ്യം വരില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി. അതോടുകൂടി എന്ത് സംഭവിച്ചു, മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്നു ചേരുന്ന സ്ഥിതിയായി. അങ്ങനെ പെരിയാറിലേക്ക്, ആ നദിയിലേക്ക് നേരെ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും. നമ്മുടെ ഈ ആറ്റിൽ അങ്ങനെ വെള്ളമില്ലാതെയായി. വർഷത്തിൽ 1-2 മാസം മാത്രമാണ് ഇവിടെ കൃത്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. അതായത് ഒരു വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായിട്ടൊന്നും മഴ പെയ്യാത്തത്. ബാക്കി മാസങ്ങളിലൊക്കെ മഴ ഉണ്ടായിട്ട് കൂടി ഇപ്പോൾ എന്താണ്, അവരുടെ ആറ്റിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അഴുക്കായ തുണി, പ്ലാസ്റ്റിക്, പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലൊഴുക്കുന്നു. അങ്ങനെ ആ നാട്ടിലെ വേസ്റ്റ് മുഴുവൻ എവിടേക്കാണ്, ആറ്റിലേക്കാണ് അവർ ഒഴുക്കുന്നത്. ആറ്റിറമ്പ് കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ ആറ്റിൻ്റെ ഓരത്തെല്ലാം എന്താണ്, ബഹുനില കെട്ടിടങ്ങൾ. ബഹുനില പറഞ്ഞാൽ ഒരുപാട് നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നു. ഇങ്ങനെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ആ പുഴ ഒരുപാട് രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണല്ലേ. എന്താണ്, ഒരു ഭാഗത്ത് നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പരിസ്ഥിതി നശിപ്പിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് എന്താണ്, നമ്മുടെ പാഠപുസ്തകങ്ങളിലും ക്ലാസ്സുകളിലും ചർച്ചകളിലും എല്ലാം എന്ത് പറയുന്നു, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ രണ്ട് തരം രീതിയാണ്, പെരുമാറ്റ രീതിയാണ് ഇവിടെ, കാഴ്ചപ്പാടുകളെയാണ് ഇവിടെ പറയുന്നത്. ഒരു ഭാഗത്ത് പരിസ്ഥിതി സംരക്ഷണവും മറുഭാഗത്ത് പരിസ്ഥിതി നാശവുമാണ് നടക്കുന്നത്. പതിവ് പോലെ പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകും. അതെ, നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മളെന്ത് ചെടികളൊക്കെ വെച്ചൊരു, അതുപോലെ പരിസ്ഥിതി ദിനങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം നല്ല രീതിയിൽ പ്രകൃതിയെ പരിപാലിക്കും. എന്നാൽ അത് കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യും, പ്രകൃതിയെ വീണ്ടും നശിപ്പിക്കും.
ഭൂമിയെ രക്ഷിക്കൂ എന്നും മറ്റുമുള്ള പ്ലക്കാർഡുമേന്തി പച്ചയുടുപ്പിട്ട് കുഞ്ഞുങ്ങൾ മരത്തൈകൾ നടും. ചിലപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിക്കും, പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെ 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 ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അതുപോലെ ഉള്ള ചില ദിനങ്ങൾ, ഗാന്ധി ജയന്തിയൊക്കെ പോലുള്ള ദിനങ്ങളനുസരിച്ച് നമ്മൾ പരിസ്ഥിതി രക്ഷിക്കൂ എന്നും പറഞ്ഞ് പരിസ്ഥിതിയെ നല്ല രീതിയിൽ പരിപാലിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെയാവും. അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ജീവന്റെ സമ്പന്നമായ ഇടം. നമ്മുടെ ഭൂമി എന്താണ്? ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞതാണല്ലേ. ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ. എന്തൊക്കെയുണ്ട് നമ്മുടെ ഭൂമിയിൽ? പർവ്വതങ്ങളുണ്ട്, വലിയ പർവ്വതങ്ങളുണ്ട്. വിശാലമായ വളരെ വലിയ ആഴമുള്ള സമുദ്രങ്ങളുണ്ട്. സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെ ഒരുപാട് മഴക്കാടുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമികളുമുണ്ട്. അതാണ് ഭൂമിയുടെ വൈവിധ്യം. ഒരു ഭാഗത്ത് മഴക്കാടുകളുണ്ട്, ഒരു ഭാഗത്ത് മരുഭൂമിയുണ്ട്, പർവ്വതങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്. എത്ര എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഭൂമി അല്ലേ. ഒരുപാട് വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. മനുഷ്യരുടെ കൈക്കടത്തൽ കൊണ്ടും പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവവൈവിധ്യത്തിൻ്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പു തന്നെ അപകടത്തിലാക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഈ മനുഷ്യരാശിയുടെയും ജീവജാലങ്ങളെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. നമുക്കറിയാം, ചൂട് കൂടുന്നു, മഴയില്ലാതെ ആവുന്നു, പിന്നെ കാലം തെറ്റി മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം വരുന്നത്, ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനമാണ്. വനനശീകരണം, വനങ്ങൾ, ചെടികളും മരങ്ങളൊക്കെ നശിപ്പിക്കുന്നു. മലിനീകരണം, പുഴകളും എല്ലാ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നു, മലിനമാക്കുന്നു. ജൈവവൈവിധ്യത്തിൻ്റെ നഷ്ടം, നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ത് സംഭവിക്കും? വരും കാലത്ത് നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും. ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത് 1950-കൾക്ക് ശേഷമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ, നമ്മുടെ ഈ ലോകത്ത് ഒരു ലോകോത്തര വിഷയമായിട്ട് ലോകത്തെ ആളുകൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി പരിസ്ഥിതി എന്നത് മാറിയത് എപ്പോഴാണ്? 1950-കൾക്ക് ശേഷമാണ്. പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ്. 1950-ക്ക് ശേഷമാണ് നമ്മൾ പരിസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും തുടങ്ങിയത്. പ്രധാനമായി ഇതിന് വഴിത്തിരിവായത് എന്താണ്? റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ്. അദ്ദേഹം എന്താണ്, പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയും പഠിക്കുകയൊക്കെ ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണ് റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പേരുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. അത്രയും പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കുറിച്ചൊക്കെ, സംരക്ഷിച്ചില്ലെങ്കിൽ അതെന്താണ്, നമ്മുടെ ഈ മനുഷ്യരാശിയെ, നമ്മുടെ ഈ തലമുറയെ തന്നെ ഇല്ലാതെയാക്കും എന്നുള്ള തിരിച്ചറിവും കൊണ്ട് തന്ന പുസ്തകമാണത്. പല സമൂഹങ്ങളും അതിനും എത്രയോ മുമ്പ് തന്നെ പരിസ്ഥിതി ഒരു വിഷയമായി കണ്ടിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സിയാച്ചിൽ മൂപ്പന്റെ പ്രസംഗം പ്രസിദ്ധമാണ്. പരിസ്ഥിതി പ്രവർത്തകനാണ് സിയാച്ചിൽ മൂപ്പൻ എന്നൊരു വ്യക്തി. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് പ്രധാനപ്പെട്ട എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ത്? സിയാച്ചിൽ മൂപ്പൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. റെഡ് ഇന്ത്യക്കാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ കണ്ടിരുന്നതെന്ന് ആ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സിയാറ്റിൽ മൂപ്പൻ്റെ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? റെഡ് ഇന്ത്യക്കാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചിരുന്നത് എന്നുള്ള പ്രസംഗമാണ് ഇതിൽ, പരിസ്ഥിതിയെ കണ്ടിരുന്നത് എന്നുള്ളൊരു പ്രസംഗമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിയാറ്റിൽ മൂപ്പൻ പ്രസംഗത്തിൽ ചോദിക്കുകയാണ്, ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂടിനെ നമുക്ക് എങ്ങനെയാണ് ആകാശത്തെ വാങ്ങാനും വിൽക്കാനും പറ്റുന്നത്? അല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂടിനെ നമുക്ക് എങ്ങനെ വാങ്ങാനും വിൽക്കാനും പറ്റുന്നൊക്കെ ചോദിക്കുകയാണ്. ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെ ഞങ്ങൾക്ക്
പറ്റില്ല. അന്തരീക്ഷത്തിൻ്റെ നവനൈർമല്യവും വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കവും ഞങ്ങളുടേതല്ലാതായിരിക്കെ നിങ്ങൾക്കവ എങ്ങനെ വാങ്ങാൻ കഴിയും? ഇതിലെന്താണ് പറയുന്നത്? പ്രധാനമായിട്ടും സിയാറ്റിൻ മൂപ്പൻ ചോദിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ആകാശവും ഭൂമിയും പിന്നെ ഭൂമിയിലെ കാര്യങ്ങൾ, ഈ വെള്ളവും എല്ലാം നമുക്കെന്താണ് നശിപ്പിക്കാൻ ഒരു അവകാശവുമില്ല. ഇവയൊന്നും നമ്മുടേതല്ല അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകളില്ലെന്ന് നമുക്കൊരു ധാരണയുണ്ട് അല്ലേ? നമ്മൾ എന്താണ് അനാവശ്യമായിട്ടാണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അതൊക്കെ വെറുതെ കിട്ടല്ലേ. നമ്മളിപ്പോൾ വെറുതെ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പൂ പറിച്ച് വലിച്ചെറിയുന്നു. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മരങ്ങൾ വെട്ടുന്നു. ഒക്കെ ആരോടും സമ്മതം ചോദിക്കുന്നില്ല അല്ലേ? പ്രകൃതി കനിഞ്ഞേകിയ ജീവനോപാധികൾക്കും വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു. എന്താണ് പ്രകൃതിയിൽ വീണ്ടും വീണ്ടും അവയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ അനാവശ്യമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ സ്വാഭാവികമായും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നായിരുന്നു വിശ്വാസം. പക്ഷേ ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ നമ്മൾ വളരെ വൈകിപ്പോയി. എന്താണ് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയത്? ഭൂമിയിലുള്ള എല്ലാ ജൈവവൈവിധ്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ നശിച്ചു പോകും. ഓക്കെ. പിന്നെ നമ്മുടെ ബോധമില്ലാത്ത അവസ്ഥയിലും അശ്രദ്ധമായ ഉപയോഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്നെന്താണ് ലോകം കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെന്താണ് പ്രകൃതിയിൽ പല മാറ്റങ്ങളും വന്നു. വെള്ളം വളരെ ഇല്ലാതായി. പിന്നെ നമ്മുടെ പ്രകൃതിയിൽ വായു മലിനീകരണം എല്ലാം വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ. പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിലൊരു ജീവജാലം മാത്രമാണ് മനുഷ്യർ. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. എന്താണ് നമ്മുടെ ഈ പ്രകൃതിയിൽ വൻമരങ്ങളുണ്ട്, സൂക്ഷ്മജീവികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമാകുന്നത് മനുഷ്യർക്കു മാത്രമാണ്. പ്രകൃതിയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും കഴിയുന്ന ജീവജാലം എന്ന് പറയുന്നത് അത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രകൃതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? പ്രകൃതിയെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ, കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവനും അപകടത്തിലാണ് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പം എന്താണ് മൈന ഉമൈബാൻ്റെ ജീവിതത്തിൽ നിന്നെടുത്തതാണ് അല്ലേ. അവർ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ ഗ്രാമം, ഇപ്പോഴെങ്ങനെയായി, പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ റേച്ചൽ കാർസിൻ്റെ പുസ്തകം പറയുന്നുണ്ട്. പിന്നെ സിയാറ്റിൻ മൂപ്പൻ്റെ പ്രസംഗവും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: ഇപ്പോഴും മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. ഇതിൽ എഴുത്തുകാരി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇതിലെന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കാരണം ആ എഴുത്തുകാരെന്താണ് ബാല്യകാലത്തെ ഓർമ്മകളിൽ സ്വയം വേനലവധിക്കായി കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കരുതുകയാണ്. പിന്നെ അതിലൂടെ തന്നെ അവരുടെ ബാല്യാനുഭവങ്ങളിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് ഇതിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ്? പുഴയിലെ കല്ലുകൾ, മണൽ, കല്ലൂർ വന്നി, കഞ്ഞുകണ്ടൽ മുതലായവയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ. മൂന്നാമത്തെ ചോദ്യം: വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. അപ്പോൾ ഏതവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറയുകയും ചെറുകുഴികളിൽ കറുത്ത നിറമുള്ള വെള്ളം മാത്രം ശേഷിക്കുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത്: എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഭൂമി. ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ? ഭീമാകാരമായ പർവ്വതങ്ങൾ, വിശാലമായ സമുദ്രങ്ങൾ, സമൃദ്ധമായ മഴക്കാടുകൾ, വരണ്ട മരുഭൂമികൾ, അനവധി ജീവജാലങ്ങൾ എന്നിവയാണ് ഭൂമിയിലെ വൈവിധ്യങ്ങൾ. അഞ്ചാമത്തത്: ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഏത് പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്.
റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ച് ലോകത്തെ അത് മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ച പരിസ്ഥിതി പ്രസ്ഥാനത്തിന് വഴിത്തിരിവുമായ ഒരു പുസ്തകമാണിത്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ, നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് എന്നതാണ്. ഇതെന്താണ് നമ്മുടെ കഥയിലെ അവസാന ഭാഗത്ത് കാണുന്ന ഒരു ഇതാണ്. എന്താണ് ഉത്തരം? ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം. ഇനി അടുത്തതാണ് വരികൾ, വാക്യങ്ങൾ. ഒന്നാമത്തെ ഒരു രണ്ട് കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ, കുളിരും കൊണ്ട് കുനിഞ്ഞു നടക്കും മലയാളിപ്പെൺ ആണുനെ. ഇതൊരു സിനിമാ ഗാനം, വയലാർ രാമവർമ്മ എഴുതിയ സിനിമാ ഗാനത്തിലെ 2 വരികളാണ്. അടുത്തത് കുറ്റിപ്പുറം പാലം എന്ന എടശ്ശേരിയുടെ ഒരു കവിതയിൽ നിന്നെടുത്ത 4 വരികളാണ്. പൂഴിമണലതിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറെ കളിച്ചതല്ലേ, കുളിരോലുമോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ. ഈ കവിതാഭാഗങ്ങളിലെ ആശയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തി എഴുതും. അപ്പോൾ ആ ലേഖനത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഈ കവിതയിൽ നിന്ന് ആശയമായിട്ട് വരുന്ന ഭാഗങ്ങൾ. ഒന്നാമത്തേൽ എന്താ പറയുന്നത്? പെരിയാറിൻ്റെ ഭംഗിയും കുളിരും എല്ലാമാണ് പറയുന്നത് അല്ലേ. അത് നമ്മുടെ ലേഖനത്തിലുണ്ടല്ലോ. ഏതാണ്? 2 മലകൾക്കിടയിലൂടെ വെള്ളിയരിഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ എന്ന വരിയാണ് നമ്മുടെ ലേഖനത്തിൽ ഇതിന് ഉദാഹരണമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? പൂഴിമണലും പിന്നെ അതിൽ പണ്ട് കളിച്ച ഓർമ്മകളും കുളിച്ചതും എല്ലാമാണ് പറയുന്നത്. അതേതാണ് നമ്മുടെ ലേഖനത്തിൽ വരുന്നത്? ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന രീതിയില്ലായിരുന്നു. കണ്ണ് ചുവന്ന് ചുറ്റും മഞ്ഞ് പോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്നു ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുന്ന തവള ആയിരുന്നു ഞങ്ങൾ എന്ന് പറയുന്ന വരിയാണ് ആ രണ്ടാമത്തെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തത് ലഘുവാക്യങ്ങളാക്കാനാണ്. ലഘുവാക്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാക്യങ്ങൾ ആക്കുക. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം. ഇതെന്താണ്? ഈ ലേഖനത്തിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ വാക്യങ്ങളാക്കണം. ഇത് ഈ വലിയ സെൻറ്റൻസിനൊരു ചെറിയ വാക്യങ്ങളാക്കി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും. പിന്നെ അടുത്ത എന്താണ്? ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തതോ, ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയി. അതാണ് ഇതിന് നമ്മൾ ആ വലിയൊരു വാക്യത്തെ ചെറിയ വാക്യങ്ങളായി എഴുതുമ്പോൾ വരുന്നത്. ഇതുപോലൊരു വലിയ വാക്യം നമ്മുടെ ലേഖനത്തിൽ വരുന്നത് ഏതാണ്? ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ സമുദ്രങ്ങൾ വരെ, സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട ഭൂമികൾ വരെ, എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. മനുഷ്യരുടെ കൈകടത്തലുകളും പ്രകൃതി പ്രതിഭാസങ്ങളും കൊണ്ട് നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഇതിന് നമുക്ക് എങ്ങനെയാണ് ചെറിയ ചെറിയ വാക്യങ്ങളാക്കാൻ പറ്റുക നോക്കിയാലോ. ആദ്യം എന്ത് എഴുതാം? ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ സമുദ്രങ്ങൾ വരെ ഭൂമിയിലുണ്ട്. പിന്നെയോ അടുത്ത സെൻറ്റൻസോ, സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട ഭൂമികൾ വരെ ഭൂമിയിൽ കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് അടുത്ത വാക്യം എങ്ങനെ ഉണ്ടാക്കാം? വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഭൂമി. പിന്നെ അവസാനമായിട്ട് എന്ത് വാക്യം ഉണ്ടാക്കാം? മനുഷ്യരുടെ കൈകടത്തലുകളും പ്രകൃതി പ്രതിഭാസങ്ങളും കൊണ്ട് നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്യത്തെ നമ്മൾ 4 ചെറിയ വാക്യങ്ങളാക്കി. ഇനി അടുത്തത് പ്രയോഗ ഭംഗി കണ്ടെത്താം. പെരിയാറ് ഒഴുകുന്ന പെരിയാറ്, വെള്ളിയരഞ്ഞാണം പോലൊഴുകുന്ന പെരിയാർ. പെരിയാറിനെയാണ് നമ്മളിങ്ങനെ വിശേഷിച്ചെഴുതിയതല്ലേ. പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർത്തപ്പോൾ അർത്ഥതലത്തിൽ വന്ന മാറ്റം എന്താണ്?
എന്താണ് പെരിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പുഴയാണ് ഓർമ്മ വരുന്നത്. ഒഴുകുന്ന പെരിയാർ പറയുമ്പോൾ എന്താണ് ഒരു ചിത്രം ഓർമ്മ വരുന്നുണ്ടല്ലേ, ഒരു പെരിയാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ എന്ന് പറയുമ്പോഴോ എന്താണ് ആ പെരിയാറിൻ്റെ തിളക്കവും ഭംഗിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഓരോ പദത്തിനോട് ഓരോ പദങ്ങളും കൂടെ ചേർക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ പെരിയാർ ഒഴുകുന്നതിനെ വെള്ളിയരഞ്ഞാണം പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം രൂപപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അങ്ങനൊരു ഭാഗമാണ് 4 മലകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്, ഒരു ആ ഗ്രാമത്തിൽ എന്താണ് ഒരുപാട് പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളുടെ താഴത്ത്, മലയുടെ താഴത്ത് ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഒരു ചിത്രം കിട്ടിയില്ലേ. ഇനി അടുത്തതോ, മഴ പെയ്യുന്ന വെള്ളം ചെറു ചാലുകളിൽ ഒഴുകി നേരെ പുഴയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിലെന്താണ് വരുന്നത്, നമുക്ക് ഒരു മഴയെ കാണാൻ പറ്റും അല്ലേ. മഴ പെയ്യുന്ന വെള്ളം എന്താണ് ചെറിയ ചാലുകളായിട്ട് ഒഴുകുന്ന ഒരു ചിത്രം കിട്ടും. പിന്നെ അത് പുഴയിലെത്തുന്ന ഒരു ചിത്രവും കിട്ടും. പിന്നെ അടുത്തത്, പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകും കുട്ടികൾ മരത്തൈകൾ നടും. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എന്താണ് പരിസ്ഥിതി ദിനത്തിൽ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് ഓർമ്മ വരും അല്ലേ. പിന്നെ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളും സംരക്ഷണ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പാഠങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.